ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട്, മഴയൊക്കെ ഉണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇവിടെ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. പിന്നെ കുറേ ദിവസം കൂടി ഇന്നലെ ഇന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഒന്നും പെയ്തില്ല, രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളത് പറയും. പിന്നെ ഇപ്പം അഫി സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് അതിന്റെ തിരക്കിലാണ്, അതിലിങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. യൂട്യൂബിൽ നോക്കി പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ലോങ് വീഡിയോസ് ഇടാൻ ഭയങ്കര ടൈം കുറവാണ് ഇപ്പൊ, അതുകൊണ്ടാണ് ഞാൻ ഷോർട്സിൽ തന്നെ പിടിച്ചേക്കുന്നത്. ഷോർട്സ് എല്ലാ ദിവസവും ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തട്ടിമുട്ടൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ലോങ് വീഡിയോ ഇടാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. പിന്നെ വെറുതെ എടുത്തു വെച്ചാൽ മാത്രം പോരല്ലോ, അത് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ എടുക്കണം, അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ഇൻട്രോ എടുത്തില്ലല്ലോ എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ അഫീനെ രാവിലെ സ്കൂളിൽ വിടുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അവന് കൊടുത്തുവിടുന്ന ലഞ്ചിന്റെ ടിഫിന്റെ ഒക്കെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് അഫിക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ അങ്ങനെ റൈസ് എടുത്ത് ഞാനൊന്ന് കഴുകിയാറി വെച്ചിട്ടുണ്ട്, അത് വേവിക്കാൻ വെക്കണം ഇനി. എന്നിട്ട് അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ. അത് സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നെയ്യും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവോള ഇട്ടതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത് ജീരകം ഇട്ടില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ആ ജീരകം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കളറ് മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അരച്ചെടുത്ത തക്കാളി ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പൊടികൾ മതി. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ കുറച്ച് മതി കേട്ടോ, മുളക് പൊടി ഒന്നും ഒരുപാടായി പോകരുത്, അത് കുറച്ച് മതി കേട്ടോ. അങ്ങനെ അതും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കളറൊക്കെ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് വഴണ്ടി വരുമല്ലോ, ആ ഒരു കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച അരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി മുകളിലൊന്ന് തൂളിയാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയുള്ള ടൊമാറ്റോ റൈസിന് ഇത് ഞാൻ യൂട്യൂബിൽ ഒരു ചാനലിൽ വീഡിയോ കണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. പക്ഷെ ടേസ്റ്റ് വൈസ് നല്ല രുചി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അഫിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു മുട്ട ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ബ്രെഡ് പൊടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ മുട്ട മിക്സ് ചെയ്തത് കേട്ടോ. അപ്പം ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ആ ഒരു മുട്ട മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ ഈ ഒരു ബ്രെഡിന്റെ പീസ് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ രണ്ട് പ്രാവശ്യം, അതായത് ഇതൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഈ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കട്ടി തോന്നും. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും 2 മുട്ട അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഒക്കെ കുറച്ച് കൂടുതൽ വേണമല്ലോ. ഞാനിപ്പോൾ ഇത് അഫിക്ക് കൊടുത്തുവിടാനും അഫിക്ക് കഴിക്കാനും വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതായതുകൊണ്ട് ആ ഒരു പ്രാവശ്യം അങ്ങനെയാണ് കേട്ടോ ചെയ്തതുള്ളൂ. മാത്രമല്ല ഒരുപാട് നമ്മൾ മുട്ടയ്ക്ക് ഇങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് കൊണ്ടുപോകാനുള്ളതല്ലേ. അപ്പോൾ ചിലപ്പോൾ സ്മെല്ലായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് കമന്റ് ഇട്ടായിരുന്നു, അതിന്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. സിമ്പിൾ ആണ് കേട്ടോ. ഇതും ഞാൻ
യൂട്യൂബിൽ നോക്കി ചെയ്ത് നോക്കിയതാണ്. ഇതും സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്താ അതിൽ മുക്കിയതിന് ശേഷം എന്താ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുമല്ലോ, ബ്രെഡ് അല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും കോരി മാറ്റിയാൽ മതി. അപ്പൊ ഇതിന്റെ കൂടെ എന്താ ടൊമാറ്റോ സോസ് ആണ് കേട്ടോ ഞാൻ അവന് കൊടുത്തു വിട്ടത്. അവന് വീട്ടിൽ നിന്ന് കഴിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എന്താ അവന്റെ ടിഫിൻ വെച്ച് കൊടുക്കുകയാണ്. ഒരു 3 പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല അവന് കഴിക്കുകയും ചെയ്തു, 1-2 കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് നമുക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പൊളിക്കാൻ പാടായതുകൊണ്ട് ഞാൻ ഓൾറെഡി പൊളിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ലഞ്ച് നോക്കാം കേട്ടോ. അപ്പോൾ ആ പാത്രം വെച്ചിട്ടുണ്ട്, നമ്മുടെ ടൊമാറ്റോ റൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞില്ല, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പീസ് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതും വെച്ച് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ചും ടിഫിനൊക്കെ റെഡിയായി. പിന്നെ ഞാൻ ഈ ഒരു ടൊമാറ്റോ റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് സാലഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു 1-2 പപ്പടം കൂടെ പൊരിച്ച് അതും കൂടി അവന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്ന് എന്താ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടുന്നത്. അങ്ങനെ അവനുള്ള ടിഫിനും ലഞ്ചും എല്ലാം എടുത്ത് ബാഗൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ അവനെ ഒരുക്കാൻ തുടങ്ങുന്നത്. ഇപ്പം എല്ലാം ഓരോ ടൈം ടേബിൾ അനുസരിച്ചാണ് കേട്ടോ. രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കും, അതുപോലെ തന്നെ ഇത്ര സമയത്തിനുള്ളിൽ എന്താ കുക്കിംഗ് ഒക്കെ കഴിയും, പിന്നെ ഇത്ര സമയത്തിനുള്ളിൽ എല്ലാം എടുത്ത് വെച്ച് ബാഗ് സെറ്റ് ആകണം. ശരിക്കും പറഞ്ഞാൽ 8 മണിക്കുള്ളിൽ അവനെ ഫ്രഷ് ആക്കി എടുത്ത് ബാക്കി അടുക്കളയിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടിഫിനും ലഞ്ചും എല്ലാം എടുത്ത് ബാഗ് കൊണ്ടുപോകാൻ പാകത്തിന് ബാഗ് റെഡിയാക്കി വെച്ചിട്ട് 8 മണിയാകുമ്പോഴാണ് ഞാനിങ്ങനെ ഒരുക്കാൻ തുടങ്ങുന്നത്. കാരണം ഒരുക്കണമെങ്കിൽ നല്ല സമയം എടുക്കും. ഏകദേശം ഒരു 8:25 ആകുമ്പോഴാണ് ഒരുക്കി കഴിയുന്നത്. കാരണം അത് അടങ്ങി നിൽക്കില്ലല്ലോ. അപ്പൊ നമ്മള് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. പിന്നെ ഇന്നലെയാണ് ആദ്യമായിട്ട് യൂണിഫോം ഇട്ടത്. അതൊരു റെഡ് ചെക്ക് കളർ യൂണിഫോമാണ്, വൈറ്റ് ഒക്കെ ചേർന്നിട്ടുള്ളത്. അപ്പൊ അത് ആദ്യമായിട്ട് ഉള്ള യൂണിഫോമാണ് കേട്ടോ. അതായത് പുതിയ യൂണിഫോമാണ്. പിന്നെ ഈ യൂണിഫോം തന്നെ നേരത്തെ തന്നെ സ്കൂളിലുള്ള യൂണിഫോമാണ്. അപ്പൊ ഇത് ഇന്ന് ആദ്യമായിട്ടാണ് ഇടുന്നത്, പിങ്ക്. അങ്ങനെ എന്താ അവന്റെ ടിഫിനും ലഞ്ചും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് ഒരുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അങ്ങനെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ സോക്സും ഷൂവും എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ ഈ ഒരു യൂണിഫോമിന്റെ തുണിയും ബെൽറ്റും പിന്നെ സോക്സ് കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. പിന്നെ നമ്മൾ തയ്പ്പിച്ചതാണ് കേട്ടോ. തയ്ച്ച് കിട്ടിയിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. അപ്പൊ തയ്ച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് തുടങ്ങിക്കൊന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, സ്കൂൾ ഗ്രൂപ്പിന്റെ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എന്താ അവൻ ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു 8:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു മുമ്പ് മോൾക്ക് ഇത് ഉമ്മയൊക്കെ കൊടുത്ത് ഇറങ്ങുന്നതാണ്. എല്ലാ ദിവസവും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. അങ്ങനെ ഞാനാണ് ഇന്ന് കൊണ്ടുവരുന്നത്. ചില ദിവസം ഉമ്മിച്ച് കൊണ്ടുപോകും, ചില ദിവസം അത്തിച്ച് മഞ്ചക്കൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം ആകുമ്പോഴേ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത്തിച്ച് അവനെ കയറ്റി വിട്ടിട്ട് നേരെ മഞ്ചക്കലിന് പോവുകയാണ് ചെയ്യണേ. ഇന്നെന്തായാലും ഞാൻ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാനസി എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ എന്താ മോളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവളുടെ മുടി മൊത്തം കൊഴിഞ്ഞു പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഉമ്മിച്ച് ചോദിക്കുന്നതാണ്. ഞങ്ങൾ ആക്ച്വലി കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. എനിക്ക് വർഷങ്ങളായി തോന്നുന്നു കേട്ടോ. അവളുടെയൊക്കെ കല്യാണത്തിന് മുമ്പെങ്ങാണ്ട് ഒരു ദിവസമാണ് കണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് കല്യാണമൊന്നും കൂടാൻ പറ്റില്ല കേട്ടോ, ഓരോ സാഹചര്യം കാരണം. പിന്നെ ഞങ്ങൾ എപ്പോഴും വിളിക്കില്ല, മെസ്സേജ് അയക്കില്ല, മീറ്റ് ചെയ്യലോ ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ പറയാ, അന്ന് 5 മുതൽ 10 വരെ പഠിച്ചതിൽ ഏകദേശം ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് തോന്നുന്നു ഞങ്ങൾ എത്ര കൂട്ടാവുന്നത്. പക്ഷെ ഞാൻ പറയാം ഇപ്പോഴും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് റെഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മോളും കൂടെ കുറെ സമയം സ്പെൻഡ് ചെയ്തു അഫി വരുന്നതിന് മുമ്പായിട്ട്. അപ്പോഴാണ് നമ്മുടെ പാഴ്സൽ വരുന്നത്. 2 പാഴ്സലുണ്ട് കേട്ടോ. ഒന്ന് എന്താ
അഫിയുടെ ലഞ്ച് ബോക്സ് ആണ്. അപ്പൊ ഞാൻ അവൻ വരുമ്പോഴത്തേക്കും സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഉമ്മച്ചി അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാനും മറ്റു നിമിഷം മോളും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ആള് വന്നിട്ടുണ്ട്, യൂണിഫോം ഒക്കെ ഇട്ട് വരുന്നുണ്ട്. പോയപ്പോൾ ഞാൻ ഇഞ്ചി ചെയ്തൊക്കെ കൊടുത്തു വിട്ടാണ് വന്നത്. അപ്പൊ അതൊക്കെ ഷർട്ടൊക്കെ പുറത്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാഴ്സലിൽ ഉണ്ടായിരുന്നത് ചെരുപ്പാണ്. എനിക്കൊരു ചെരുപ്പ് വാങ്ങി തന്നെ, പക്ഷെ എനിക്കത് ഇത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പൊ അത് റിട്ടേൺ അയക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇന്ന് അഫി വന്നപ്പോൾ തന്നെ ബാഗിൽ പുതിയ ടെക്സ്റ്റ് ഉണ്ട് ഉമ്മി, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ബാഗ് തുറന്ന് തന്നെ ടെക്സ്റ്റൊക്കെ എടുത്ത് കാണിച്ചു. ആക്ച്വലി ഇവർക്ക് എല്ലാ ടെക്സ്റ്റും തന്നെ കിട്ടിയിട്ടുള്ളതായിരുന്നു. അതിൽ ടേം 2ന്റെ ടെക്സ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ടേം 1ന്റേത് നന്നായിട്ട് പൊതിഞ്ഞ് പേരൊക്കെ എഴുതി കൊടുത്തു വിടാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ സൂക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ അത് കൊടുത്തു വിട്ട് അതിപ്പോൾ സ്കൂളിലാണുള്ളത്. ഇത് മദ്രസാ പഠനത്തിന്റെ ടെക്സ്റ്റാണ് കേട്ടോ, 3 എണ്ണം ഉണ്ടായിരുന്നേ. അപ്പൊ ഇതും നന്നായിട്ട് പൊതിഞ്ഞ് പേരൊക്കെ എഴുതി കൊടുത്തു വിടണമെന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തു വിടാത്തത്. കാരണം എന്തെങ്കിലും ഓവർക്ക് മാത്രമാണ് അവർ കൊടുത്തു വിടുള്ളൂ. കുട്ടികൾക്ക് ചുമക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ മുഷിയില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അവർ കൊടുത്തു വിടാറുള്ളൂ. അങ്ങനെ ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ച് നമ്മളിത് ലഞ്ച് ബോക്സ് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അൺബോക്സിങ് ചെയ്യാന്ന് പറഞ്ഞ ഒരാൾ ബഹളമായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഓർഡർ ചെയ്തതിന്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് സ്വൈര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് വരും, നാളെ വരും, എന്നാ വരുന്നത്, ഒന്ന് കാണിക്കും, ഉമ്മ എന്നെ പറ്റിക്കുന്നതാണ്, ഫോണിൽ കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഫൈനലി എന്തായാലും ഇന്നാണ് കേട്ടോ സംഭവം വന്നത്. അങ്ങനെ അത് ഓപ്പൺ ചെയ്തു. പിന്നെ ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് വരെ എനിക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ ലഞ്ച് ബോക്സ് പുറത്തെടുത്ത് അതിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇതല്ലല്ലോ നമ്മൾ ഓർഡർ ചെയ്തത് മാറിപ്പോയല്ലോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവൻ സ്പൈഡർമാന്റെ ഭയങ്കര ഒരു ഫാനാണ് കേട്ടോ. അപ്പൊ എനിക്ക് ലഞ്ച് ബോക്സ് സ്പൈഡർമാന്റെ വേണം തന്നെ പറഞ്ഞിട്ട് ഒരു പർപ്പിൾ കളറിലുള്ള മേളിൽ സ്പൈഡർമാന്റെ ഫോട്ടോ വരുന്ന ഒരു ലഞ്ച് ബോക്സ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. അതായത് സെയിം മോഡലാണ്, ഇപ്പൊ വന്നിരിക്കുന്നതിന്റെ തന്നെ സെയിം മോഡലാണ്, പക്ഷെ കളറും ആ ഫോട്ടോയൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അവർ അതിന് പകരം ഇത് അയച്ചത് കേട്ടോ. പക്ഷെ ആ ഫ്രണ്ടിലെ ഹൽക്കിന്റെ ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവന് ഇഷ്ടമായി, അവന് മാറ്റി വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇനി മാറ്റി വാങ്ങിക്കാൻ അവന് കുറെ സമയം എടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അവൻ പറഞ്ഞു കുഴപ്പമില്ല ഉമ്മി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ മോഡലൊക്കെ സെയിം ആണ് കേട്ടോ. അതിന്റെ ഉള്ളിലൊരു സ്പൂണും പിന്നെ ചെറിയൊരു പാത്രം ഉണ്ടായിരുന്നു. പിന്നെ മോഡലൊക്കെ സെയിം ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയില്ല കേട്ടോ. പിന്നെ അവനും അങ്ങനെ പറഞ്ഞല്ലോ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റി വാങ്ങിക്കാനൊന്നും നിന്നില്ല. പിന്നെ മറ്റേ പാഴ്സലിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെരുപ്പായിരുന്നു ഉണ്ടായിരുന്നു, അത് ഞാൻ റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അഫി സ്കൂളിൽ വിട്ട് വന്നാണല്ലോ, അപ്പൊ അവനും കൂടി വേണ്ടിയിട്ട് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യം നമുക്ക് ചക്ക കിട്ടിയത് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആ ചക്കപ്പഴം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ ഒരു വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അത് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടുമല്ലോ. ആ വെള്ളം ഉള്ളതുകൊണ്ട് ഇങ്ങനെ പൊട്ടും. അതുകൊണ്ട് കൈ വിടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം ചക്കപ്പഴം 1-2 പ്രാവശ്യം മാത്രമാണ് കേട്ടോ കിട്ടിയത്. പക്ഷെ അത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ചക്കയുടെ ഉണ്ടാക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ചക്കപ്പഴം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ചുമ്മാ കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ പ്രാവശ്യം കഴിച്ചിട്ട് ബെൻസിത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ ചക്കയുടെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണിത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉണ്ടാക്കുന്ന പാടെ ഓർക്കുമ്പോഴാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണമല്ലോ. അപ്പൊ അത് ഏകദേശം ഒരു കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അത് ഒഴിച്ചതിന് ശേഷം. കാരണം ആ ഒരു ശർക്കര, ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ഇത് നന്നായിട്ട് മിക്സ് ആണല്ലോ. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം കൈ വിടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ഒരു കട്ടിയായല്ലോ. ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്ക് ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കാരണം ആ ഒരു ശർക്കര പാനി കൂടെ ഒഴിച്ചതായതുകൊണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പൊടിക്കും കേട്ടോ, പൊടിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ജീരകം അതുപോലെ തന്നെ ഏലക്കയും കൂടി ഉമ്മിച്ച് വറുത്തിട്ട് പൊടിച്ചതാണ്, ആ പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഇതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഏലക്കയുടെ പിന്നെ ചക്കപ്പഴത്തിന്റെ ഒക്കെ സ്മെല്ല് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ കൊതിയാവും കേട്ടോ.
അങ്ങനെ നമ്മൾ തേങ്ങ ചിരവിത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. തേങ്ങ ചിരവിതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇടേണ്ടത് റവയാണ് കേട്ടോ. ഈ റവയ്ക്ക് പകരം ഗോതമ്പൊടി ഇടുന്നവരുണ്ട്, അരിപ്പൊടിയൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം റവ ഇടുന്നതാണ്. കാരണം ഈ ഗോതമ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി കട്ടി ആയതുപോലെ ഫീൽ ചെയ്യും. പക്ഷെ റവ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് റവ ഇടുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതിനുശേഷം റവയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ അത് ഏകദേശം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ആ ഒരു എണ്ണയില ഉണ്ടല്ലോ, എണ്ണയിലയിൽ നമ്മൾ വെച്ചിട്ട് അത് നല്ല രീതിയിൽ മടക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഷോർട്സ് ഇട്ടപ്പോഴേക്കും നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ കമന്റ്സ് വന്നു കേട്ടോ അതില്. അപ്പൊ കുമ്പളപ്പം, അതുപോലെ പൂച്ചയപ്പം, അങ്ങനെ കുറെ പേരുകൾ ഞാൻ അതിൽ കണ്ടു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ആക്ച്വലി ഞാനിത് ആദ്യം ഒന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. ആദ്യം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കില്ലായിരുന്നു. നമ്മൾ മഞ്ചിക്കൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പണ്ടൊക്കെ ഈ ചക്ക സീസൺ വരുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഫാമിലി ഉണ്ട്, രാധ ചേച്ചി എന്നൊക്കെ പറയട്ടെ. അപ്പൊ ആ ചേച്ചി ഉണ്ടാക്കും. ആ ചേച്ചി ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ട് തരുമായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവമൊക്കെ കഴിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം വീട്ടിലും ഉണ്ടാക്കും. നല്ല മഴയത്ത് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണല്ലേ. ഇത് ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. കുറെ ദിവസങ്ങൾക്ക് ശേഷം പെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഷീറ്റിൽ വെള്ളം വീഴുന്നത് കൊണ്ടാണ് ഞാൻ ലൈവ് വോയിസ് കൊടുക്കാത്തത്. കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും സൗണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ ലൈവ് വോയിസേ കൊടുക്കൊണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ചക്കയുടെ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഭാവിയിൽ നിന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. കുറെ വിശേഷങ്ങളൊക്കെ കൂട്ടി കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ അതുവരേക്കും ടാറ്റാ.